മിഥുൻ വിജയകുമാർ, ഈ രാഷ്ട്രീയം മാത്രമാണ് കോൺഗ്രസ് എതിർക്കുന്നത്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴും. കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് എന്തായാലും ഇപ്പോഴും ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. താങ്കളുടെ പ്രതികരണം എന്തായാലും അയോധ്യയിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. ഇന്ന് പകലത്തെ ദൃശ്യങ്ങളും ഇപ്പോഴത്തെ ദൃശ്യങ്ങളും അതാണ് കാണിക്കുന്നത്. നോക്കൂ, സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ വിധിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു, രാം മന്ദിർ നിർമ്മാണത്തിനോടൊപ്പമാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇപ്പോൾ ഒരു യു ടേൺ അടിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് അതിൽ വലിയ താല്പര്യമില്ല, ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അതിലവർ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ BJPയും RSSും യൂസ് ചെയ്യുന്നു എന്നതാണ് അവരുടെ ഒരു ആരോപണം. പക്ഷേ ഇത് നിങ്ങൾ നോക്കൂ, സുപ്രീം കോടതിയുടെ വിധി പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ട്രസ്റ്റാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതും അതിലേക്ക് വേണ്ട ഇൻവിറ്റേഷൻസ് ഒക്കെ അയക്കുന്നതും അതിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ ക്ഷണിക്കുന്നതും എല്ലാം തന്നെ ട്രസ്റ്റാണ് മാനേജ് ചെയ്യുന്നത്. ഇനി ഇതിലെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ്, ഇനിയിപ്പം ഈ ട്രസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇവർ പറയാൻ പോകുന്ന ആരോപണം മറ്റൊന്നായിരിക്കില്ലേ? കാരണം ഞങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തി എന്നതായിരിക്കും അപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ആരോപണം. ഇനി അതിന്റെ മറ്റൊരു സിനാരിയോ എന്തായിരിക്കും? ഒരു സിനാരിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ഒരു ക്ഷണം കിട്ടി, പ്രധാനമന്ത്രി പോകുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു എന്ന് വിചാരിച്ചോളൂ, അപ്പോഴും ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് കോൺഗ്രസ് ഉന്നയിക്കും. കാരണം അപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? BJP ഹിന്ദു വോട്ട് ബേസിനെ വെറും ഒരു എന്താ പറയാ ഇലക്ഷൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു, പക്ഷേ അവരുടെ ഇത്രയും വലിയൊരു അമ്പലത്തിന്റെ പരിപാടി നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്നില്ല. അപ്പൊ കോൺഗ്രസ് എന്തുകൊണ്ടും ഇതിനൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അവിടെ അവർ പങ്കെടുക്കാത്തത് അവർക്ക് ഇതിലൂടെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കണം. മാത്രമല്ല അവർക്ക് ചില ഘടകകക്ഷികളുടെ സമ്മർദ്ദമൊക്കെ ഉണ്ട്. കോൺഗ്രസ് പാർട്ടി ഹിന്ദു വിരുദ്ധത കാണിക്കുന്നു. ആ രീതിയിലുള്ള പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. എതിർവശത്ത് അങ്ങനെയാണ്. അല്ല, കോൺഗ്രസ് പാർട്ടി ഹിന്ദു വിരുദ്ധത കാണിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നല്ല നമ്മൾ കാണുന്നത്. എന്താ പറയുക, കൃഷ്ണൻ അർജുനന് ജിഹാദാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ കോൺഗ്രസിന്റെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അവരുടെ നിലപാട് എന്താണെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർ പങ്കെടുക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയെ എന്തുകൊണ്ട് നമുക്ക് എപ്പോഴും മാറ്റി നിർത്താൻ പറ്റും, അത് വലിയൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ്. കാരണം മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അത് ഹേർട്ട് ആവാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ സെന്റിമെന്റ്സിനെ മാനിക്കാനാണ് കോൺഗ്രസ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്ന ഈ ശങ്കരാചാര്യന്മാരൊക്കെയാണ് അവരിപ്പോൾ കോട്ട് ചെയ്ത് പറഞ്ഞത്. ഇതേ ശങ്കരാചാര്യ മഠാചാര്യന്മാർ പണ്ട് എന്താ ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരോട് പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധിയെ അമ്പലങ്ങളിൽ കയറ്റാൻ കൊള്ളില്ല, അദ്ദേഹത്തെ അമ്പലങ്ങളിൽ കയറ്റാൻ പാടില്ല, അദ്ദേഹം ഒരു ശരിയായ ഒരു ഹിന്ദു അല്ല എന്ന് പറഞ്ഞ ഒരു നിലപാട് ശങ്കരാചാര്യ മഠത്തിലെ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ അതിനോടും കോൺഗ്രസ് ഇപ്പോൾ യോജിക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസിന്റെ നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ഓരോ സമയത്തും ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളെ, അതിപ്പം ശങ്കരാചാര്യ മഠമാണെങ്കിലും അത് എവിടെ നിന്നാണെങ്കിലും അവരത് കോട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് അമ്പലത്തിന്റെ എല്ലാ കൺസ്ട്രക്ഷനും പൂർണ്ണമായും കഴിഞ്ഞിട്ട് വേണം ചെയ്യുക എന്നത് എവിടെയും പറയുന്നില്ല. ഈ ഹിന്ദുയിസം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സിംഗിൾ സ്കൂൾ ഓഫ് തോട്ട് ഏതെങ്കിലും ഒരു ശങ്കരാചാര്യ മഠത്തിലെ ആളുകൾ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മളൊരു സിംഗിൾ സ്കൂൾ ഓഫ് തോട്ടിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ഒരു മതമൊന്നുമല്ല. പിന്നെ മാത്രമല്ല, ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ എന്താ പറയാ ഇതിന്റെ ഈ ഗർഭഗൃഹ അതിൽ ഐഡൽ വർഷിപ്പ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പൂജ നടത്താൻ കഴിയും. പിന്നെ ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ ഈ ഫസ്റ്റ് ഫ്ലോർ ഒക്കെയാണ്, അവിടുത്തെ ഈ ദർബാർ ഹാളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ആ കൺസ്ട്രക്ഷൻ മൊത്തം കഴിഞ്ഞിട്ടേ നമുക്ക് അവിടേക്ക് കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക ഇനി ഒരു 3-4 വർഷമെങ്കിലും എടുക്കായിരിക്കും. അപ്പോൾ അമ്പലത്തിന് വേണ്ട അല്ലെങ്കിൽ പൂജാ വിധികൾ നടത്തേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായ നമ്മുടെ മുൻ IAS ഓഫീസർ കൂടി ആയിരുന്ന നിപേന്ദ്ര മിശ്ര തന്നെ കൃത്യമായി അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയമില്ലാതിരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഇത് പൊളിറ്റിസൈസ് ചെയ്യാന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യം മാത്രമാണ്. ഇതിൽ കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് ഒന്നും BJPക്കോ RSSനോ ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അവർ പോലും ഇതിൽ ഇൻവൈറ്റീസ് ആണ്. കാരണം ട്രസ്റ്റാണ് ഇതിലെ ആളുകളെ ക്ഷണിക്കുന്നത്, ട്രസ്റ്റ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിയിലേക്ക് കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ആന്റി ഹിന്ദു സെന്റിമെന്റ് അവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്.